ഹായ്. അങ്ങനെ ഞാനും ബൺ മസ്ക തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഞാനിവിടെ 4 ബൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ബട്ടറാണ് ആവശ്യം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡാണ്. നമുക്ക് മിൽക്ക് മെയ്ഡും ബട്ടറും കൂടെ ഇതുപോലെ ചേർത്ത് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ മെൽറ്റാക്കാനിടണം. അതിനുശേഷം ബട്ടറൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ആ സ്പൂണ് കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ ആ ബൺ അതിലേക്ക് വെച്ച് കൊടുക്കണം. ഞാൻ ഈ ബൺ എടുക്കുന്നതിന് ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബണ്ണ് കത്തി ഉപയോഗിച്ചൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നടുക്കൂടെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പം ഇത് മുറിച്ച് വെച്ചാൽ നമുക്ക് എളുപ്പം പിന്നെ അതിലേക്ക് ക്രീം പുരട്ടി കൊടുക്കാൻ സാധിക്കും. അപ്പം ഞാനിങ്ങനെ ഒരു ബട്ടറിലേക്ക് ഇങ്ങനെ ബണ്ണിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. മൊരിയൊന്നും വേണ്ട, ഒത്തിരി കരിയാൻ നിൽക്കരുത്, ചെറിയ ചൂടായാൽ മതിയാവും. ഒരു ടേസ്റ്റ് കിട്ടും, നല്ല രുചിയാണ്. പിന്നെ അതിന് ശേഷം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കുക, അതിലേക്ക് പുരട്ടി കൊടുക്കുക. നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പുറത്തൊക്കെ സൈഡുകളിലെല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ബൺ മസ്ക റെഡി. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.